നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വെർനിയർ കാലിപ്പസും സ്ക്രൂ ഗേജും ഒക്കെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഉറപ്പുള്ള മാർഗ്ഗം നമുക്ക് ഉറപ്പിച്ച് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. അല്ലാതെ നമ്മൾ ചുമ്മാതെ പ്രാക്ടിക്കലിൻ്റെ ഹോളിലോട്ട് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എന്തെങ്കിലുമൊക്കെ മാർഗ് പോയി എന്തെങ്കിലുമൊക്കെ മാർഗ് കിട്ടി ഇങ്ങനെ ആയിരിക്കരുത്. ഉള്ള മാർഗ് നമ്മൾ ഉറപ്പിക്കണം. അതിനുള്ള വെർനിയർ കാലിപ്പസ് ചോദിച്ചാൽ ഉറപ്പായിട്ടും എല്ലാ ടീച്ചർമാരും മാർഗ് ഇടുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാർക്ക് ഇടണം. അതുപോലെ നിങ്ങൾ എഴുതേണ്ടതും ലീസ്റ്റ് കൗണ്ട് വെർനിയറിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങളോട് ചിലപ്പം ചോദിക്കും. പക്ഷെ നിങ്ങൾ ആ ആൻസർ പേപ്പറിനകത്ത് അതെങ്ങനെ കിട്ടിയെന്ന് വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് പോകണം. അന്നേരം എഴുതിക്കൊണ്ട് കാണിച്ച ടീച്ചർമാർക്ക് അത് കാണുമ്പോഴേ അറിയാം, ഓഹോ പിള്ളേർ പടാറ് പിള്ളേരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടാകാതെ എഴുതിക്കൊണ്ട് പോകണം. ആദ്യം ഞാനൊരു വെർനിയറിനെ കുറിച്ച് നമ്മളിതിൻ്റെ വീഡിയോസ് എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെർനിയറിൻ്റെ? ഇപ്പം രണ്ട് വാക്കുകൾ എപ്പോഴും തെറ്റുന്ന എല്ലാവർക്കും. ഒന്ന് MSR VSR. ചിലർ PSR HSR എന്ന് പറയും, അത് സ്ക്രൂ ഗേജ് ആണ്. വെർനിയറിന് പറയുന്ന രണ്ട് വാക്കുകൾ MSR എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിങ്, ചിലവർ MSD എന്ന് പറയും, അത് മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. ഇത് MSR VSR മെയിൻ സ്കെയിൽ റീഡിങ്ങും VSR എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ റീഡിങ്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം, മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും. ഇനി വളരെ സിമ്പിളായിട്ട് ഞാൻ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാതെ, ഇൻസ്ട്രുമെൻറ്റോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ ഉണ്ട്, അല്ലാതെ പറഞ്ഞു തരാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്നൊരു അധ്യാപന വൈവ ക്വസ്റ്റ്യൻ എന്ത് ചോദ്യം ചോദിക്കാം. ലീസ്റ്റ് കൗണ്ട് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ കൗണ്ടിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ കൗണ്ടിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. പിന്നെ വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഒരു മെയിൻ സ്കെയിൽ ഉണ്ട്, വെർനിയർ സ്കെയിൽ ഉണ്ട്. മെയിൻ സ്കെയിൽ ആണ് നേരെ പോകുന്ന സ്കെയിലാണ്, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് വെർനിയർ സ്കെയിൽ. എന്നിട്ട് മെയിൻ സ്കെയിൽ 0 കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 10 ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് 1. 0 കഴിഞ്ഞിട്ട് 10 ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് 1. എന്നിട്ട് ഒരു ഡിവിഷൻ 0, 0.1, 0.2, 0.3 അങ്ങനെ 10ാമത്തെ ഡിവിഷൻ വരുമ്പോഴാണ് 1. അന്നേരം മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ, 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1. നിങ്ങൾക്ക് മില്ലിമീറ്ററിലും പറയാം സെന്റിമീറ്ററിലും പറയാം. 1 മില്ലിമീറ്റർ എന്ന് പറയാം, സെന്റിമീറ്ററിൽ പറയുവാണെങ്കിൽ 0.1 സെന്റിമീറ്റർ. അന്നേരം മാഗ്നിറ്റ്യൂഡ് ഓഫ്, ഇപ്പം നിങ്ങളങ്ങ് പഠിച്ചു നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു, ഒരുപാട് കുട്ടികൾ കാണാൻ പഠിച്ചുകൊണ്ട് പോകും, ഒരു തെറ്റുമില്ല, ഈസ് ഈക്വൽ ടു 0.1 സെന്റിമീറ്റർ എങ്കിൽ സെന്റിമീറ്റർ, മില്ലിമീറ്റർ എങ്കിൽ മില്ലിമീറ്റർ എന്ന് എഴുതിയിരിക്കണം. ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ, വെർനിയർ സ്കെയിൽ ഡിവിഷന്റെ എണ്ണി നോക്കാൻ പറഞ്ഞാൽ 11 ഡിവിഷൻ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഡിവിഷൻ നമ്മൾ 0 എടുക്കുന്നില്ല, ബാക്കി 10 ഡിവിഷൻസ്. എണ്ണി നോക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എണ്ണിയാൽ വെർനിയർ സ്കെയിൽ ഇനി എണ്ണി നോക്കിക്കോ, അതിനകത്ത് 11 ഡിവിഷൻ കാണാം. ഒരു ഡിവിഷൻ, ആദ്യ ഡിവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്ന രീതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര? 0.1 സെന്റിമീറ്റർ ആണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്ര? 10. 0.1 ബൈ 10 എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്റർ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. പല അധ്യാപകരും ചോദിക്കും, സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ? അന്നേരം നമ്മൾ അയ്യോ മില്ലിമീറ്റർ അല്ല മീറ്റർ, അന്നേരത്തേന് നിങ്ങൾ പ്രശ്നം ഉണ്ടാകും. അന്നേരം ഇത് എപ്പോഴും ഓർത്തണം. 0.01 എന്ന് മാത്രം എഴുതിയാൽ പോരാ, വെർനിയർ ആകുമ്പം 0.01 സെന്റിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ. അന്നേരം ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം 2 മാർഗം എന്ന് മാത്രമല്ല, ഈ നോക്കുന്ന എക്സ്റ്റേണൽ അധ്യാപകർ നിങ്ങളിൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയെന്നുള്ളൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇത്രയും സാധനം കൊണ്ട് പറ്റും. പിന്നെ ബാക്കി ചെയ്യുന്നതൊക്കെ ബാക്കി ഇരിക്കട്ടെ. അന്നേരം ലീസ്റ്റ് കൗണ്ട് വെർനിയറിന് നല്ല പടക്കനായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളുള്ളൂ. വളരെ ഷോർട്ട് ടൈം കൊണ്ട് ലീസ്റ്റ് കൗണ്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കണം പരീക്ഷയ്ക്ക്. അത് എഴുതിയിട്ടേ നമ്മൾ തുടങ്ങാവൂ. ഓക്കെ. നമ്മൾ എയിം ആദ്യം എഴുതും, ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിളിനകത്ത് ലീസ്റ്റ് കൗണ്ട് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അത് ചോദിക്കും. മാത്രമല്ല അതിന് മാർഗമുള്ളതാണ്. 2 മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിലപ്പെട്ട മാർഗമാണ്. ഓക്കെ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.